അതുകൊണ്ട് ഹബീബിനെ റോൾ മോഡലായി സ്വീകരിക്കുക, ഹബീബിനെ ഫോളോ ചെയ്യുക. ആ തങ്ങളിൽ ഒരു കുറവുമില്ല, എല്ലാം കൊണ്ടും കാമിലായ ആളാണ്, എല്ലാം കൊണ്ടും നിറഞ്ഞ ആളാണ്. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം, ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്തമരാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. അതുകൊണ്ട് ആ തങ്ങളെ മുറുകെ പിടിക്കുക. ഉമ്മമാരെ, സഹോദരിമാരെ, സ്നേഹിക്കാനുള്ള ഒരേ ഒരു നേതാവാണ്, വഞ്ചിക്കുന്ന നേതാവല്ല. ആ സ്നേഹം വഞ്ചനയുടെ സ്നേഹമല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അൽ ഖബീസാതു ലിൽ ഖബീസീന വൽ ഖബീസൂന ലിൽ ഖബീസാത്ത്. ചെറുപ്പക്കാരാ, ആരും അറിയാത്ത സമയത്ത് നിന്റെ പേഴ്സണലായ നിന്റെ മൊബൈലിൽ വെച്ച് നിനക്ക് ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് ബന്ധമുണ്ടോ? ഒരു ഹറാമായ രൂപത്തിൽ ഒരു പെണ്ണ് നിന്നോട് ചാറ്റ് ചെയ്യുന്നുണ്ടോ? ആ പെണ്ണ് നിന്നോട് മാത്രമല്ല, നിന്നോട് ഹറാമിന്റെ ബന്ധം പുലർത്തിയ പെണ്ണ് പിന്നൊരു പുരുഷനോടും ഹറാമിന്റെ ബന്ധം സ്ഥാപിക്കും. ഓ പെൺകുട്ടികളെ, നിങ്ങളോട് ഹറാമിന്റെ ബന്ധം പുലർത്തുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരനുണ്ടോ? ഒരു 4 പഞ്ചാര വാക്ക് പറയുമ്പോ നീ അവന്റെ മെസ്സേജിൽ പെട്ടുപോകണ്ട പെണ്ണേ. നിന്നോട് മെസ്സേജ് ചെയ്തതുപോലെ പലരോടും ചെയ്യുന്നവൻ മാത്രമേ നിന്നോട് ചെയ്യുകയുള്ളൂ. അൽ ഖബീസാതു ലിൽ ഖബീസീൻ. പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്, വൽ ഖബീസൂന ലിൽ ഖബീസാത്ത്. മോശം ചെയ്യുന്ന പുരുഷന്മാര് അവര് മോശം ചെയ്യുന്ന സ്ത്രീകൾക്കുള്ളവരാണ്. വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീകള് അത് വ്യഭിചാരം ചെയ്യുന്ന പുരുഷന്മാർക്കുള്ളവരാണ്. വ്യഭിചാരം ചെയ്യുന്ന പുരുഷന്മാർ അവർ വ്യഭിചാരികളായ സ്ത്രീകൾക്കുള്ളവരാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, ഒരു ഹറാമിന്റെ ബന്ധത്തിലും പെടണ്ട, ഒരു മെസ്സേജിലും പെട്ടുപോകണ്ട, ഒരു ഹറാമിന്റെ ബന്ധത്തിലും നീ പെട്ടുപോകരുത് കേട്ടോ. അത് വഞ്ചനയുടെ ലോകമാണ്, ഇത് ചതിയുടെ ലോകമാണ്, ഇത് വഞ്ചനയുടെ ലോകമാണ്. എത്ര സാക്ഷികളുണ്ട്, എത്ര സംഭവങ്ങളുണ്ട്, എത്ര നേർസാക്ഷ്യങ്ങളുണ്ട്, എത്ര വഞ്ചനയുടെ കഥകളുണ്ട് പറയാൻ. അതുകൊണ്ട് ഇനിയും നിങ്ങൾ പാഠം പഠിക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾക്ക് സ്നേഹിക്കാൻ ആള് വേണോ? പ്രേമിക്കാൻ ആള് വേണോ? അത് വഞ്ചനയുടെ പ്രേമമല്ല, അതേ ചതിയുടെ സ്നേഹമല്ല, പറ്റിക്കുന്ന സ്നേഹമല്ല, കൈവിടുന്ന സ്നേഹമല്ല. സ്നേഹിച്ചോ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹമാണ്. അത് അദമ്യമായ സ്നേഹമാണ്, ആഖിറത്തിലും കിട്ടുന്ന സ്നേഹമാണ്, എല്ലായിടത്തും രക്ഷക്കെത്തുന്ന സ്നേഹമാണ്. ഹബീബിനെ സ്നേഹിച്ചോ, ഹബീബിനെ ഫോളോ ചെയ്തോ, ഹബീബിനെ റോൾ മോഡലായി സ്വീകരിച്ചോ. നമ്മുടെ സംസ്കാരം അത് ഇസ്ലാമിന്റെ സംസ്കാരമാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ജീവിതത്തിൽ വന്നു പോകരുത്, ഒന്നും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകരുത് കേട്ടോ. നല്ല സംസ്കാരമുള്ളവരാരാണോ അവർ സ്വർഗാവകാശികളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല സൽ സ്വഭാവം അതുപോലെ തന്നെ നല്ല സംസ്കാരമുള്ളവരാകണം നമ്മൾ. മോമിനീങ്ങളെ, സ്വർഗം കിട്ടാൻ ധാരാളം കാര്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ സ്വർഗം കണ്ടപ്പോൾ ആ സ്വർഗത്തിൽ ഒരു കൊട്ടാരം കണ്ടു, ഒരു ബിൽഡിംഗ് കണ്ടു. ആ ബിൽഡിംഗിൽ ഒരാൾ നടക്കുന്ന ശബ്ദം കേൾക്കുന്നു. ചോദിച്ചു, യാ ജിബ്രീൽ,
ഇതാരുടെ കൊട്ടാരമാണ്? ആരാണ് ഈ കൊട്ടാരത്തിൽ നടക്കുന്ന ശബ്ദം കേൾക്കുന്നത്? അതേ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, അതാരാണെന്നറിയുമോ? മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ആരാണ് ബിലാൽ? ആരാണ് ബിലാൽ? മുഅദ്ദിനു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅദ്ദിനാണ്. മദീനത്തെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നയാളാണ്. ഏറ്റവും നല്ല മാധുര്യമുള്ള ശബ്ദമുള്ള ആളാണ്. നല്ല ഇമ്പമാർന്ന ശബ്ദം, നല്ല മാധുര്യമുള്ള ശബ്ദം, കേൾക്കാൻ നല്ല രസമുള്ള ശബ്ദം. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം. ബിലാൽ തങ്ങളാണ് മദീനത്തെ മുഅദ്ദിൻ. ബിലാൽ തങ്ങളാണ് റസൂലുള്ളാഹിന്റെ ബാങ്ക് വിളിക്കുന്നയാൾ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്ത് നിന്നില്ല. നേരെ ശാമിലേക്ക് യാത്ര ചെയ്തു. ഞാൻ മദീന വിട്ടു പോകുന്നു. അങ്ങനെ ശാമിലേക്ക് പോയി. അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം രാത്രി പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ ഹാദിഹിൽ ജഫ്വത്തു യാ ബിലാൽ? ബിലാലെ, ഇത് എന്ത് പിണക്കമാണ് പിണങ്ങിയത്? ഞാൻ മദീനത്ത് ജീവിച്ചിരിപ്പില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മദീന വിട്ടു പോയതാണോ? ഇത് എന്ത് പിണക്കമാണ്? സുബ്ഹാനല്ലാഹ്, ഈ വാക്കങ്ങ് കേട്ടപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ഉറക്കിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു. രാത്രി പാതിരാത്രിയാണ്. മദീനത്തേക്ക് വഴി അന്വേഷിച്ചു, വാഹനം അന്വേഷിച്ച് കിട്ടിയില്ല. എങ്ങനെയോ നേരം വെളുത്ത ഉടനെ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് യാത്ര തിരിച്ചു. സുബ്ഹാനല്ലാഹ്, മദീനത്തെത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ശരീഫിന്റെ അരികത്ത് വന്ന് പൊട്ടി കരയുകയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. മാപ്പാക്കണേ തങ്ങളെ, അങ്ങില്ലാത്ത മദീനയിൽ എനിക്ക് നിൽക്കാൻ കഴിയാതെ ഞാൻ പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു തന്റെ മുഖം ആ ഖബർ ഷരീഫിലേക്ക് വെച്ചിങ്ങനെ ഒരുതുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മുഖം വെച്ചിങ്ങനെ അതാ ഖബറിലേക്ക് വെച്ചിങ്ങനെ ചുംബിക്കുകയാണ്. ആ സമയത്താണ് രണ്ട് പ്രിയപ്പെട്ട പേരക്കിടാങ്ങള് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ വന്നിട്ട് ഓടി വന്നിട്ട് ബിലാൽ തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, ഞങ്ങളെ ബാപ്പാന്റെ മുഅദ്ദിനല്ലേ? ആ രണ്ട് പിഞ്ചു മക്കളെയും ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹു തുരുതുരാ ചുംബനം വെക്കുന്നു. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മക്കളാണ്. നിസ്കരിക്കുമ്പോ തോളിൽ കയറി കളിച്ച മക്കളാണ്. മടിയിലിരുത്തി താലോലിച്ച മക്കളാണ്. ഹബീബായ തങ്ങളെ പ്രിയപ്പെട്ട പേരക്കിടാങ്ങളാണ്. ആ മക്കള് പറഞ്ഞു, ബിലാല് തങ്ങളെ, നിങ്ങളൊന്ന് ബാങ്ക് വിളിക്കുമോ? ബിലാല് തങ്ങൾ പറഞ്ഞില്ല, എന്നെ കൊണ്ട് സാധ്യമല്ല. അല്ല ബിലാല് തങ്ങളെ, ബാങ്ക് വിളിച്ചേ പറ്റൂ. അവസാനം ആ രണ്ട് റസൂലുള്ളാഹിന്റെ പേരമക്കളെ നിർബന്ധത്തിന് വഴങ്ങി നിസ്കാരത്തിന്റെ ബാങ്കിന്റെ സമയമാകുമ്പോ മദീനത്തെ പള്ളി മിനാരത്തിൽ കയറി മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ബാങ്ക് വിളി ആരംഭിച്ചു. ഫലമ്മാ ഖാല അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നങ്ങ് പറഞ്ഞപ്പോൾ ഇർതജ്ജത്തിൽ മദീന, മദീന ഒന്ന് പ്രകമ്പനം കൊണ്ടുപോയി.
മദീനക്കാര് മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിന്നു. ഇത് റസൂലുള്ളാന്റെ കാലത്തുള്ള ബാങ്കാണല്ലോ, ഇത് മദീനത്ത് പണ്ട് റസൂലുള്ളാന്റെ കാലത്ത് കേട്ട ബാങ്കാണല്ലോ, എന്താണ് എന്ന് അവര് അത്ഭുതത്തോടെ നിന്നുപോയി. ഫലമ്മാ ഖാല അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാ മദീനക്കാരായ ആളുകളും അവരുടെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി, അവരുടെ കടകളിൽ നിന്ന് പുറത്ത് റോഡിലേക്ക് ഇറങ്ങി. എന്താണ് മദീനത്ത് കേൾക്കുന്നത്? റസൂലുള്ളാന്റെ കാലത്തെ ബാങ്ക് കേൾക്കുന്നുണ്ടല്ലോ, ഹബീബിന്റെ ഓർമ്മ വരുന്നുണ്ടല്ലോ. ഫലമ്മാ ഖാല അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നങ്ങ് വിളിച്ചപ്പോൾ എല്ലാവരും പള്ളിയിലേക്ക് ഓടി വന്നു. അതേ, അറിയാതെ കുട്ടികളും ചെറിയവരും വലിയവരും സ്ത്രീകളടക്കം പള്ളിയിലേക്ക് ഓടി വന്നു. അവരെല്ലാവരും പറയുന്നത് ബുഇസ റസൂലുള്ളാഹ്, ബുഇസ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കരഞ്ഞിട്ടില്ല. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അത്രയും വലിയ ആശിഖാണ്, റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ആളാണ്. ആ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം, നടക്കുന്ന ശബ്ദം സ്വർഗ്ഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടു. ആ സമയത്ത് ഇസ്രാ മിഅ്റാജ് കഴിഞ്ഞ് പിറ്റേന്ന് വന്ന് സ്വഹാബത്തിനോട് സംസാരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അല്ല ബിലാലെ, ഞാൻ സ്വർഗത്തിൽ നിങ്ങളെ കൊട്ടാരം കണ്ടു, ആ കൊട്ടാരത്തിൽ നിങ്ങൾ നടക്കുന്ന ശബ്ദം ഞാൻ കേട്ടു, എന്താണ് നിങ്ങൾ ഇങ്ങനെയും ഒരു കൊട്ടാരം കിട്ടാൻ മാത്രം എന്ത് അമലാണ് നിങ്ങൾ ചെയ്തത്? നമുക്കും അത് കിട്ടും. ചെറിയ അമലാണ്, ഒരു ചെറിയ പണിയേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബിലാൽ തങ്ങൾ പറഞ്ഞു, വലാ അസ്വാബനി ഹദസുൻ ഖത്തു ഇല്ലാ തവല്ലഅതു, എനിക്ക് അശുദ്ധിയായാൽ ഞാൻ ഉടനെ വുളു എടുക്കും. എന്റെ വുളു പോയാൽ ഉടനെ ഞാൻ വുളു എടുക്കും. ഞാൻ എനി ടൈം, എല്ലാ സമയത്തും ഞാൻ വുളുവിലാണ് ഞാൻ ഉള്ളത്. വുളുവില്ലാത്ത ഒരു സമയം എന്റെ ജീവിതത്തിൽ ഉണ്ടാവൂല. അതാണ് ശുദ്ധി. ശുദ്ധി ഈമാനിന്റെ പകുതിയാണെന്ന് പറഞ്ഞാൽ, നല്ല ഡ്രസ്സ് അത്തറിട്ട് ഇസ്തിരിയിട്ട് സുഗന്ധം പുരട്ടി ഇങ്ങനെ വരൽ മണത്തുകൊണ്ടിരിക്കുന്നത് അത് ശുദ്ധിയാണ്. ഒന്ന്, അത് വൃത്തിയാണ്, ശുദ്ധിയല്ല. അത് വൃത്തിയാണ്. തഹൂർ എന്ന് വേറെ, നവാഫത്ത് എന്ന് വേറെ. അത് വൃത്തിയാണ്, നല്ല വൃത്തി ഉണ്ടാവും. പക്ഷെ ശുദ്ധി എന്നുള്ളത് അത് ഉദുവാണ്. ഉദു ചെയ്യുക, എപ്പോഴും ഉദു ഉണ്ടായിരിക്കുക. ആ ഉദു ഉണ്ടാവുക എന്നുള്ളത് സ്വർഗം കിട്ടാൻ ഒരു കാരണമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.